വെൽക്കം ബാക്ക് ഐഷു ചോട്ടിസ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു മിനി വ്ളോഗ് കാണാവേ. രാവിലത്തെ കാപ്പിപ്പൊടി. ഓഫീസിലൊക്കെ പോകുന്ന ധൃതിയല്ലേ, രാവിലെ കാപ്പിപ്പൊടി പെട്ടെന്ന് കട്ടൻ ചായ ഇട്ട് തോടൊക്കെ നോക്കി അത് കുടിച്ചതിന് ശേഷം അടുക്കളയിൽ കയറി ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി വെച്ചാൽ 2 ദിവസത്തേക്ക് കാണുമല്ലോ, അതുകൊണ്ട് പച്ചക്കറിനെക്കാളും കൂടുതൽ ഇങ്ങനത്തെ എന്തൊക്കെയാണ് വെക്കുന്നത്. ചിക്കൻ കറിയും വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവും കുഴച്ചു. ആട്ടയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടാമാവിലാണ്. ഉപ്പും ഒരു 1/2 ഗ്ലാസ്സോളം പാലൊഴിച്ചായിരുന്നു, കുറച്ച് സോഫ്റ്റ് കിട്ടാനായിട്ട്. ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അതിലോട്ട് 2 സ്പൂണ് എണ്ണയും കൂടെ ഗോൾഡ് വിന്നറും കൂടെ ഒഴിച്ച് എല്ലാം കൂടി ഇട്ട് നല്ല അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നല്ല ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിലുള്ളൊന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ഇതുപോലെ ടൈലൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ടിട്ടൊന്ന് നല്ല ചപ്പാത്തിയുടെ നമ്മൾ പരത്തുന്ന പലകയില്ല, അതിലായിട്ടാണെങ്കിലും ഏതിലാണെങ്കിലും ഒന്ന് നല്ല ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഉരുളനാട്ടി നമ്മൾ ഭൂരി ഉണ്ടാക്കുകയാണ്. എണ്ണ നല്ല എപ്പോഴും തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഭൂരി ഉണ്ടാക്കേണ്ടത്, എന്നാലേ പൊങ്ങി വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരു മാതിരി ഇട്ടിരിക്കുവേ, ഒത്തിരി കരിയാനും പാടില്ല. നല്ല 2 സൈഡും പൊള്ളിച്ചതുപോലെ പ്രസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ബെല്ലൂൺ പോലെ ഇങ്ങനെ പൊള്ളി വരും. അതിനുശേഷം മക്കൾക്ക് ലഞ്ച് ആക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. എല്ലാം രാവിലെയാണ്, 8:30 മുമ്പേ എല്ലാം 8:15 മുമ്പേ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് വരേണ്ടതാണ്. ഒരാൾക്ക് ഭൂരി വേണം, ഒരാൾക്ക് ചപ്പാത്തി വേണം. അപ്പോൾ എന്ത് ചെയ്തു, ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഭൂരിക്കും കൂടെ കുഴച്ചെടുത്ത് ചെറുതാക്കിയെടുത്ത് ഉണ്ടാക്കിയതാണ്. നല്ലത് പൊങ്ങി വരുന്നുണ്ടോ, ഇതിങ്ങനെ തന്നെ ഇരിക്കും, പെട്ടെന്നൊന്നും ഇത് അമ്മിങ്ങി താന്നു പോവില്ല. ഇതിങ്ങനെ തന്നെ ഇരുന്നോളും, കുറേ നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഇരുന്നോളും. അതിനുശേഷം പെട്ടെന്ന് ഐഷുന് ലഞ്ചാക്കി, ചിക്കൻ കറിയും വെച്ച് ചോറും വെച്ച് ലഞ്ച് ഐഷുനും ആക്കി കൊടുത്തു വിട്ടു. തോരനൊന്നും വെച്ചില്ലായിരുന്നു, സമയം കിട്ടില്ലായിരുന്നു. ചിക്കൻ ഉള്ളതുകൊണ്ട് അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അച്ചാറും കൂടെ വെച്ചിട്ട് ലഞ്ചും ആക്കി കൊടുത്തു. ചോട്ടുവിന് ഭൂരി ഉണ്ടാക്കി. ഭൂരി മതിയെന്ന് പറഞ്ഞു, ലഞ്ചിന് ഭൂരി മതിയെന്ന് പറഞ്ഞു. ചോറൊന്നും കഴിക്കില്ല, ഇഷ്ടമല്ല. കൊണ്ടുവന്ന് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് എന്തെങ്കിലും കാപ്പിക്ക് ഉണ്ടാക്കുന്നതാണ് ചോട്ടിന് കൊടുത്തു വിടുന്നത്. അങ്ങനെ 2 ഭൂരിയും ഇച്ചിരി ഇറച്ചിക്കറിയും കൂടെ വെച്ച് ചോട്ടിനെയും സെറ്റാക്കി. ലഞ്ച് ബാഗും ആക്കി റെഡിയാക്കി, വെള്ളമൊക്കെ ആക്കിയിട്ട് ഒരു ഓറിയോടെ ബിസ്ക്കറ്റ് സ്നാക്സിന് വേണ്ടി അതും കൊടുത്തു വിട്ടു. ഏതെങ്കിലും ഒന്ന് കൊടുത്തു വിട്ടാൽ മതി. ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റ് എന്തായിരിക്കും. ഐശ്വര്യനും ബാഗിലോട്ട് ലഞ്ചാക്കി. എനിക്ക് ആവശ്യത്തിനുള്ള ലഞ്ച് ഞാനും എടുത്തിട്ട് സമയം 8:30 പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് എൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോരുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്.